നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ എയിംസിന് തറക്കല്ലിടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കോട്ടയം ജില്ലയിലെ ആദ്യ കലുങ്ക് സൗഹൃദ സംഗമം മേവടയിൽ. ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS കൃത്യമായ നിലപാട് സ്വീകരിച്ചെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. സർക്കാരെടുത്ത നിലപാട് സ്ഥിരീകരിക്കുന്നതാണ് സുകുമാരൻ നായരുടെ പ്രതികരണമെന്നും ദേവസ്വം മന്ത്രി. നവരാത്രി ആഘോഷങ്ങൾക്ക് ചാരുത പകർന്ന് ബൊമ്മക്കൊലു ഒരുങ്ങി. തിരുനക്കര ബ്രാഹ്മണ സമൂഹമഠത്തിൽ ബൊമ്മക്കൊലു ഒരുക്കി ആഘോഷം. പൊൻകുന്നം പുതിയകാവിൽ ഭാഗവത സപ്താഹയജ്ഞത്തിന് ഭക്തജന പ്രവാഹം. ദേശീയ ആയുർവേദ ദിനം ആചരിച്ചു. ജില്ലയിൽ വാരാചരണത്തിന് തുടക്കം. ആയുർവേദത്തിന് തനതായ വൈഭവമെന്ന് മന്ത്രി VN വാസവൻ. വാർത്തകൾ വിശദമായി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ എയിംസിന് തറക്കല്ലിടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പാലാ മേവടയിൽ നടന്ന കലുങ്ക് സൗഹൃദ സംഗമം ജനകീയ സംവാദ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു സുരേഷ് ഗോപി. കോട്ടയം ജില്ലയിലെ ആദ്യത്തെ കലുങ്ക് സൗഹൃദ സംഗമമായിരുന്നു മേവടയിലേത്. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ എയിംസിന് തറക്കല്ലിടുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഉറപ്പ്. ആലപ്പുഴയിൽ തുടങ്ങാനാണ് ഉദ്ദേശം. പാല മേവടയിൽ നടന്ന കലുങ്ക് സൗഹൃദ സംഗമം ജനകീയ സംവാദ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസിനായി കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം കൂടി ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. മേവിട പുറക്കാട്ടുകാവ് ദേവീക്ഷേത്രത്തിലെ ആൽത്തറയിലായിരുന്നു മന്ത്രിയുടെ സൗഹൃദ സംഗമം. ഞാൻ അഴിമതിയേക്കാൾ വെറുക്കുന്നത് പ്രീണനമാണ്. പ്രീണനം തുലയട്ടെ എന്ന് പറയുന്നതിനകത്ത് മതേതരത്തിന് ഏറ്റവും വലിയ ആദരവർപ്പിക്കുന്നത് ആ തീരുമാനത്തിലെത്തുന്നതോടെയാണെന്ന് ഇവിടെ ഇരിക്കുന്ന ബുദ്ധിയുള്ളവർക്ക് 3 നേരം ചോറുണ്ടത്തെ കാര്യമില്ല, അരിയാഹാരം കഴിച്ചിട്ട് കാര്യമില്ല. അപ്പൊ പ്രബുദ്ധരായ ജനതയല്ല വേണ്ടത്, ബുദ്ധിയുള്ള യുക്തിപൂർവം തീരുമാനങ്ങളിലേക്ക് മാറുന്നത്. അത് ചാട്ടവല്ല. ഈ ലോകം നമ്മളുടേതാണ്, ഈ രാജ്യം നമ്മുടേതാണ്, ആരുടെയുമല്ല, നമ്മുടേതാണ്. ആ രാജ്യത്തിനും ആ രാജ്യം വഴി ലോകത്തിനും എത്തേണ്ട നന്മയുടെ തോത്, അളവ്, വലിപ്പം, അതിൻ്റെ ആഴം, ഘനം, ഇതെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിന് യോജിച്ച രീതിയിലാവണം. 8 വർഷമായി നവീകരണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്ന മീനച്ചിൽ പഞ്ചായത്തിലെ 12ാം വാർഡിൽ പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജനയിൽ ഉൾപ്പെട്ട പൂവരണി ഹെൽത്ത് സെന്റർ റോഡിന്റെ നവീകരണം സംബന്ധിച്ച വാർഡംഗം ബിന്ദു ശശികുമാറിന്റെ പരാതിയിൽ വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഉടൻ നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചു. കേരളത്തിലെ ക്ഷീരമേഖല പ്രതിസന്ധിയിലാണെന്നും ക്ഷീരകർഷകരെ സഹായിക്കാൻ അവരെ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തണമെന്നും ഒരു ക്ഷീരകർഷകൻ ആവശ്യപ്പെട്ടു. ക്ഷീരമേഖല സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണെന്നും പ്രശ്നങ്ങൾ കാണിച്ച് കത്ത് നൽകിയാൽ മന്ത്രിയോട് സംസാരിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. പല ആവശ്യങ്ങളും അതായത് മണ്ഡലത്തിലെ ജനപ്രതിനിധികൾ വഴി വരേണ്ടതാണ്. അവർക്ക് നൽകുന്ന നിവേദനത്തിന്റെ വിവരം എന്നെയും അറിയിച്ചാൽ ആവശ്യമായ പിന്തുണ നൽകി പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് മന്ത്രി സദസ്സിനെ അറിയിച്ചു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ്, മേഖലാ പ്രസിഡന്റ് N ഹരി, ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ NK ശശികുമാർ, ലാൽ കൃഷ്ണ, പാലാ മണ്ഡലം പ്രസിഡന്റ് G അനീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS കൃത്യമായ അഭിപ്രായം സ്വീകരിച്ചെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തിൽ മതനിരപേക്ഷതയിൽ പോറൽ ഏൽപ്പിക്കുന്ന സംഭവങ്ങളാണ് നടന്നതെന്നും മന്ത്രി പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS കൃത്യമായ അഭിപ്രായം രേഖപ്പെടുത്തുകയും പിന്തുണയ്ക്കുകയും ചെയ്തുവെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. NSS ഒരിക്കലും സർക്കാരിനെ എതിർത്തിട്ടില്ല. ചില കാര്യങ്ങൾ വരുമ്പോൾ അഭിപ്രായം പറയും, വിമർശനങ്ങൾ ഉയർത്തും. സെക്രട്ടറി G സുകുമാരൻ നായർ നേരത്തെ തന്നെ അയ്യപ്പ സംഗമത്തിന് പിന്തുണ അറിയിച്ചിരുന്നു. സന്തോഷകരമായ സമീപനമാണ് സുകുമാരൻ നായർ സ്വീകരിച്ചതെന്നും VN വാസവൻ പറഞ്ഞു. NSS ഒരിക്കലും സർക്കാരിനെ എതിർത്തല്ല. വേറെ ചില വിഷയങ്ങൾ വരുമ്പോൾ അതിൽ ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങളും സൃഷ്ടിപരമായ വിമർശനങ്ങളും ഉണ്ടാകും. അത് ജനാധിപത്യത്തിൽ അതുള്ളതാണ്. അല്ലാതെ എപ്പോഴെങ്കിലും അന്ധമായി NSS ഒരിക്കലും സർക്കാരിനെ എതിർത്തിട്ടില്ല. വ്യക്തിപരമായി അദ്ദേഹം എതിർത്തിട്ടില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പ്രശ്നാധിഷ്ഠിതമായി അത്രയും ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് അത് നിലപാടാണ്. അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം അദ്ദേഹം ഇന്നലെ വളരെ തുറന്ന് കൃത്യമായി ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കൃത്യമായ നിലപാടും അതോടൊപ്പം തന്നെ അതിൽ വിമർശനാത്മക കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. അതങ്ങേയറ്റം സ്വാഗതാർഹമാണ്. UDFനും BJPക്കും എതിരെ NSS ഉയർത്തിയത് സൃഷ്ടിപരമായ വിമർശനമാണ്. എല്ലാ അർത്ഥത്തിലും തങ്ങളെടുത്ത നിലപാട് ശരിയാണെന്ന് സ്ഥിരീകരിക്കുന്നതാണ് NSSന്റെ പ്രതികരണമെന്നും മന്ത്രി പറഞ്ഞു. അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയപരമാക്കിയത് BJPയും UDFിലെ ചില നേതാക്കന്മാരുമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പന്തളത്ത് ബദൽ അയ്യപ്പ സംഗമത്തിൽ നടന്നത് മതനിരപേക്ഷതയിൽ പോറൽ ഏൽപ്പിക്കുന്ന സംഭവങ്ങളാണെന്നും വാവരെപ്പറ്റി പറഞ്ഞ പരാമർശത്തിൽ പന്തളം കൊട്ടാരം നിയമ നടപടിക്ക് പോവുകയാണെന്നും മന്ത്രി VN വാസവൻ കോട്ടയത്ത് പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
നവരാത്രി ആഘോഷങ്ങൾക്ക് ചാരുത പകരാൻ ബൊമ്മക്കൊലു ഒരുങ്ങി. കോട്ടയം തിരുനക്കര ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ആചാര അനുഷ്ഠാന നിറവിൽ ഇക്കൊല്ലവും ബൊമ്മക്കൊലു തയ്യാറായി. നവരാത്രി ആഘോഷങ്ങൾക്ക് ഭംഗി കൂട്ടാൻ വർണ്ണങ്ങളുടെ നിറക്കാഴ്ചയായി ബൊമ്മക്കൊലു ഒരുങ്ങി. നവരാത്രി കാലത്ത് തമിഴ് ബ്രാഹ്മണ ഗൃഹങ്ങളിൽ ഒരുക്കുന്ന ബൊമ്മക്കൊലു വിശ്വാസത്തിന്റെ ഭാഗമാണ്. കോട്ടയം തിരുനക്കര ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ആചാര അനുഷ്ഠാന നിറവിൽ ഈ വർഷവും ബൊമ്മക്കൊലു തയ്യാറാക്കി. മൂന്ന്, 5, 7, 9, 11 എന്നിങ്ങനെ ഒറ്റസംഖ്യ വരുന്ന പടികൾ കെട്ടി അതിൽ കളിമൺ പ്രതിമകൾ നിരത്തിയാണ് ബൊമ്മക്കൊലു ഒരുക്കുന്നത്. സംഗീതമൂർത്തികളും ദശാവതാരത്തിലെ വിവിധ രൂപങ്ങളും ആചാര്യന്മാരും ബൊമ്മകളായി ഉണ്ടാകും. ഏറ്റവും മുകളിലുള്ള പടിയിൽ ശിവപാർവതി, ബ്രഹ്മാവ്, വിഷ്ണു, അഷ്ടലക്ഷ്മി എന്നിവരും തുടർന്ന് നവദുർഗയും സംഗീതമൂർത്തികളും. ഇതിനു താഴെയായി ദശാവതാരത്തിലെ വിവിധ രൂപങ്ങളും പിന്നീട് രാമായണം, ശിവപാർവതി പരിണയം, സുബ്രഹ്മണ്യൻ, ഏറ്റവും താഴെ കല്യാണക്കോലങ്ങൾ എന്നിങ്ങനെയാണ് ബൊമ്മക്കൊലു ഒരുക്കുന്നത്. തിരുനക്കര ബ്രാഹ്മണ സമൂഹ മഠത്തിൽ പ്രത്യേക പീഠത്തിൽ 11 തട്ടുകളിലാണ് ദേവീദേവന്മാരുടെയും ഒപ്പം പരിവാരങ്ങളും സ്തുതിപാഠകരും ദ്വാരപാലകരും ചേർന്നുള്ള പരമ്പരാഗത രീതിയിൽ ബൊമ്മക്കൊലു തയ്യാറാക്കിയിരിക്കുന്നത്. 9 ദിനരാത്രങ്ങളാണ് സാധാരണയായി നവരാത്രി ആഘോഷങ്ങളിൽ ഉൾപ്പെടുന്നതെങ്കിലും ഈ വർഷം സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 1 വരെ 10 ദിവസം നവരാത്രി മഹോത്സവം ആഘോഷിക്കപ്പെടുന്നു എന്നതാണ് പ്രത്യേകത. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുന്നു. നിരവധി ഭക്തരാണ് പാരായണം ശ്രവിക്കാൻ യജ്ഞശാലയിൽ എത്തുന്നത്. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് വൻ ഭക്തജന പങ്കാളിത്തം. പയ്യന്നൂർ പെരുകമന ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന യജ്ഞത്തിൽ പങ്കാളികളായി പാരായണം ശ്രവിക്കാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി പേരാണ് യജ്ഞശാലയിലേക്ക് എത്തുന്നത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് നന്നായി ആസ്വദിച്ച് കഴിക്കുക. സുഹൃത്തുക്കളെ കാണുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി അവരോട് സംസാരിക്കുക. ആ നിമിഷം പ്രസന്റ് ഈസ് ഗിഫ്റ്റ് എന്ന് പറയും. ഈ നിമിഷം, ഈ വർത്തമാനകാലത്ത് ഈ നിമിഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ഏറ്റവും വലിയ സമ്മാനമാണ്. നിമിഷത്തെ അറിയുന്നവൻ ഈശ്വരനെ അറിയുന്നതാണ്. അതാണ് ഇവിടെ തേജീയാം സമതോഷയിൽ. അപ്പോൾ 7 ഗുണങ്ങൾ സ്വീകരിക്കുക, 7 ഗുണങ്ങൾ എന്ത് ചെയ്യണം, അത് 7 ദോഷങ്ങൾ ഉപേക്ഷിക്കുക. അങ്ങനെയായിരുന്നു ദേവഹൂതി ദാമ്പത്യ ജീവിതം അനുഷ്ഠിച്ചത്. ഹിരണ്യാക്ഷവധം, കപിലാവതാരം, കപിലോപദേശം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്തു. വെള്ളിയാഴ്ച ശ്രേഷ്ഠമായ ശ്രീകൃഷ്ണാവതാരവും ശനിയാഴ്ച രുക്മിണി സ്വയംവരവും നടക്കും. തിങ്കളാഴ്ച യജ്ഞത്തിന് സമാപനമാകും. ഒരു ദിവസം കർദമ പ്രജാപതി പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത് നിൽക്കുന്ന സ്ത്രീയെ ശ്രദ്ധിച്ചത്. രാജകുമാരിയായ ദേവഹൂതി ഇപ്പോൾ ക്ഷീണിച്ച് അവശയായി തീർന്നിട്ടുണ്ട്. ശരീരമൊക്കെ മെലിഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നത് തൻ്റെ ദേഹം പോലും മറന്നുകൊണ്ടാണ്. എന്താണ് നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ച സമയത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് സൽസന്താനം ഉണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചു. ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളും നടന്നുവരുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ദേശീയ ആയുർവേദ ദിനം ആചരിച്ചു. കോട്ടയം ജില്ലയിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വാരാചരണത്തിന് മന്ത്രി VN വാസവൻ തുടക്കം കുറിച്ചു. 10ാമത് ദേശീയ ആയുർവേദ ദിനം ആചരിച്ചു. ഇതോടനുബന്ധിച്ച് കോട്ടയം ജില്ലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ച നീളുന്ന വിവിധ പരിപാടികൾ നടത്തുന്നു. വാരാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ആയുർവേദത്തിന് തനതായ വൈഭവമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. മോഡേൺ മെഡിസിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ആയുർവേദത്തിന് ചെയ്യാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഏറ്റവും കൂടുതൽ ഒരു ഇമ്മീഡിയറ്റ് റിലീഫ് വരുന്നത് ആധുനിക വൈദ്യശാസ്ത്രം പുതിയ പുതിയ ഗവേഷണങ്ങളിലൂടെ മാനവരാശിയുടെ, പ്രത്യേകിച്ച് മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പുതിയ ഗവേഷണ ശൃംഖലകൾ സ്ഥാപിച്ച് അതിൻ്റെ പ്രതിരോധവും പ്രതിവിധിയും കണ്ടുപോകുന്ന രംഗത്ത് മോഡേൺ മെഡിസിൻ കുറെ മുന്നോട്ട് പോകും. എന്നാൽ ആയുർവേദത്തിന് അതിൻ്റെ പാരമ്പര്യത്തിലൂന്നിയ കഴിഞ്ഞ കാലഘട്ടത്തെ പ്രയോഗത്തിൻ്റെ വൈഭവവും ഒപ്പം ആ രംഗത്തെ വൈദഗ്ധ്യവും ഒപ്പം നിന്നുകൊണ്ട്
രണ്ട് കാര്യം ഞാൻ അനുഭവത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന്, മോഡേൺ മെഡിസിന് കഴിയാത്ത ചിലത് ആയുർവേദത്തിന് കഴിയും എന്ന് ബോധ്യപ്പെട്ട ഒരാളാണ്. ഒന്ന്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ അധ്യക്ഷയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത IT, NS ഷൈൻ, ഷീന, സതീഷ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ജില്ലാ പഞ്ചായത്തും സംസ്ഥാന കാർഷിക ക്ഷേമ വകുപ്പും സംയുക്തമായി സെപ്റ്റംബർ 27 മുതൽ 30 വരെ ഹരിതാരവം 2K25 എന്ന പേരിൽ കാർഷിക വിജ്ഞാന വിനോദ വിപണന പ്രദർശനവും മത്സരങ്ങളുമായി കോഴ ഫാം ഫെസ്റ്റ് നടത്തുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പറഞ്ഞു. ജില്ലാ കൃഷിത്തോട്ടം, സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഫെസ്റ്റ് നടക്കുന്നത്. കാർഷികാനുബന്ധ പ്രദർശന സ്റ്റാളുകൾ, ഭക്ഷ്യമേള, പെറ്റ് ഷോ തുടങ്ങിയവയെല്ലാം സജ്ജമാക്കിയിട്ടുണ്ടെന്നും ഹേമലത പ്രേംസാഗർ പറഞ്ഞു. 3 ഫാമുകളും ചേർന്ന ജില്ലാ പഞ്ചായത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ ഫാം ഫെസ്റ്റ് വളരെ വിപുലമായ രീതിയിൽ 27 മുതൽ 30 വരെ തീയതികളിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ കാർഷികാനുബന്ധ പ്രദർശന വിപണന സ്റ്റാളുകൾ, സാംസ്കാരിക ഘോഷയാത്രകൾ, വിവിധ തരത്തിലുള്ള സെമിനാറുകൾ, സൗഹൃദ സംഗമങ്ങൾ, ഭക്ഷ്യമേളകൾ, കലാസന്ധ്യകൾ, നെൽകൃഷിയിലെ അനുഭവ പരിചയം, നമ്മുടെ കുട്ടികൾക്ക് കൃഷിയുമായി പരിചയപ്പെടുന്നതിനുള്ള അവസരങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ഫാം ഫെസ്റ്റ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് യുവമോർച്ച കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ രക്തദാന ക്യാമ്പ് നടത്തി. നിരവധി പേർ ക്യാമ്പിന്റെ പങ്കാളികളായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് യുവമോർച്ച കോട്ടയം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി മേരി ക്യൂൻസ് മിഷൻ ആശുപത്രിയിൽ മെഗാ രക്തദാന ക്യാമ്പ് നടത്തി. ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ സിറിൻ തയ്യിൽ സന്ദേശം നൽകി. BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയ് ചാക്കോ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് രോഹിൻ TS, BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഖിൽ രവീന്ദ്രൻ, മേഖലാ ജനറൽ സെക്രട്ടറി സജി കുരിക്കാട്ട്, ജില്ലാ വൈസ് പ്രസിഡന്റ് KR സോജി, ജില്ലാ സെക്രട്ടറി ഷിബ രാജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. 59ാമത് സംസ്ഥാന ഗുസ്തി മത്സരം ഈ മാസം 28-ന് വൈകുന്നേരം 3 മണിക്ക് തിരുനക്കര പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിൽ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 38 കൊല്ലങ്ങൾക്ക് ശേഷം ഒരു വിരുന്ന് പോലെ നമ്മൾക്ക് കേരള സംസ്ഥാന ഇന്ത്യൻ സ്റ്റൈൽ ഗുസ്തി അസോസിയേഷൻ സമ്മാനിച്ച ഒരു ഗുസ്തി മത്സരമാണ് ഈ വർഷം കോട്ടയം തിരുനക്കര മൈതാനം, അതായത് പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് വെച്ച് നടക്കുന്നത്. ഈ മാസം 28-ാം തീയതി, അതായത് അടുത്ത ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന പ്രൗഢഗംഭീരമായ പുരുഷ വനിത ഇന്ത്യൻ സ്റ്റൈൽ ഗുസ്തി മത്സരത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ അസോസിയേഷൻ ക്ഷണിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരളത്തിൽ എയിംസിന് തറക്കല്ലിടുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കോട്ടയം ജില്ലയിലെ ആദ്യ കലുങ്ക് സൗഹൃദ സംഗമം മേവടയിൽ. ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS കൃത്യമായ നിലപാട് സ്വീകരിച്ചെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. സർക്കാരെടുത്ത നിലപാട് സ്ഥിരീകരിക്കുന്നതാണ് സുകുമാരൻ നായരുടെ പ്രതികരണമെന്നും ദേവസ്വം മന്ത്രി. നവരാത്രി ആഘോഷങ്ങൾക്ക് ചാരുത പകർന്ന് ബൊമ്മക്കൊലു ഒരുങ്ങി. തിരുനക്കര ബ്രാഹ്മണ സമൂഹ മഠത്തിൽ ബൊമ്മക്കൊലു ഒരുക്കി ആഘോഷം. പൊൻകുന്നം പുതിയകാവിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഭക്തജനപ്രവാഹം. ദേശീയ ആയുർവേദ ദിനം ആചരിച്ചു. ജില്ലയിൽ വാരാചരണത്തിന് തുടക്കം. ആയുർവേദത്തിന് തനതായ വൈഭവമെന്ന് മന്ത്രി VN വാസവൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.